സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഭീകരാക്രമണത്തിൽ ഇന്നലെ പാകിസ്ഥാനിലെ 9 ഭീകരാക്രമണ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഏതായാലും പുലർച്ചെ 1:44 കൂടിയിട്ടാണ് പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഏകദേശം 9ഓളം ഭീകരാക്രമണ കേന്ദ്രങ്ങളിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഏകദേശം 9ഓളം പാക് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു, ഉചിതമായ രീതിയിൽ കൃത്യമായ ന്യായം നടപ്പിലാക്കിയെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് 10 മണിയോട് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈന്യം ഇന്നലത്തെ ഭീകരാക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുചേരുന്നതാണ്. ഏതായാലും 12 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേരോളം കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൃത്യമായി തിരിച്ചടിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത്. 6 സ്ഥലങ്ങളിലായി 24 ആക്രമണങ്ങൾ നടന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. കൃത്യമായ രീതിയിൽ, ഉചിതമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ സൈന്യം എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ശരിക്കും പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല, പാക് ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്നാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പറയുന്നത്. ഏതായാലും കശ്മീരിലെ പുഞ്ച് രജൗരി മേഖലയിലെ ഈ ഒരു വെടിവെപ്പ് കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തതായിട്ടാണ് ഇപ്പോൾ സൈന്യം അറിയിക്കുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം ട്വിറ്ററിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 1971 ശേഷം ഒരു മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മോക്ക് ഡ്രില്ലിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. 26 പേരാണ് നമ്മുടെ കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ ഭീകരാക്രമണത്തിൻ്റെ 14-ാം ദിവസം പിന്നിട്ടപ്പോഴാണ് കൃത്യമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. ഈ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും കര, നാവിക, വ്യോമസേന മേധാവികളുമായിട്ട് തന്നെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ആക്രമണ ചെറുത്തുനിൽപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്ത്യക്ക് ഇത് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഈ ഒരു ഓപ്പറേഷൻ പേരിട്ടതിൻ്റെ പ്രധാന കാരണം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി സ്ത്രീകൾക്കാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിരിക്കുന്നത്, അതോടൊപ്പം അവരുടെ കുടുംബങ്ങളെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഇന്ത്യ നടത്തിയിരുന്നത്. ഈ ആക്രമണത്തിൽ വലിയ ഫലം കണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രത്യാശിക്കുന്നതും.